ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത കോണുകളിലുള്ള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം പൂർത്തിയായി. അതിൻ്റെ ചുവട് പിടിച്ച് എക്സിറ്റ് പോളുകളെല്ലാം വന്നു കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൻ്റെയും എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞു. മുഴുവൻ എക്സിറ്റ് പോളുകളും ഭരണ തുടർച്ച ഉണ്ടാവില്ല, ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. മാർജിനിൽ മാത്രമാണ് ചില സംശയങ്ങളുള്ളത്. നേരിയ മാർജിനാവോ അല്ലെങ്കിൽ വലിയ മാർജിനിൽ ഇടതുപക്ഷം പരാജയപ്പെടുമോ എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾക്ക് സംശയമുള്ളത്. ഞാൻ എക്സിറ്റ് പോളുകളുടെ വസ്തുനിഷ്ഠതയെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫലം എന്തുവായി, യഥാർത്ഥ ഫലം ആക്ച്വൽ പോൾ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഫലം എന്തുവായിക്കോട്ടെ, ഞാനതിവിടെ പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്ന, സമൂഹത്തെ നിരീക്ഷിക്കുന്ന, രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്ന ചില ആശയങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറേ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഒരുപാട് ഇടങ്ങൾ അരാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സമൂഹത്തിൽ രാഷ്ട്രീയം പ്രസക്തമല്ലാത്ത ഒരുപാട് ഇടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയമൊന്നും അഡ്രസ്സ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയമൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഇടങ്ങൾ സമൂഹത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും തൊഴിൽ മേഖലകൾ തന്നെയാണ്. അതായത് നമ്മുടെ സംഘടിതമായിട്ടുള്ള പരമ്പരാഗത തൊഴിൽ മേഖല, അതിൻ്റെ വ്യാപ്തി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയും പുതിയ തരം അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള പുതിയ തരം തൊഴിലാളികളും തൊഴിൽ മേഖലകളും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഒന്നും തന്നെ രാഷ്ട്രീയം എന്നുള്ളത് പ്രസക്തമായ ഒന്നായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തൊഴിലാളികൾക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ടല്ല, സംഘടിത മേഖലയിലെ തൊഴിലാളികളെക്കാളും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളാണ്. പക്ഷെ ഇവരെ സംഘടിപ്പിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ സംഘടിക്കുന്നതിൽ ചില പ്രയാസങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇനി ഏറ്റെടുക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ തുരുത്തുകളെയും രാഷ്ട്രീയവൽക്കരിക്കാൻ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. അതിന് ചില പ്രതിസന്ധികളുണ്ട്. അതിലേറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഒരു വോളണ്ടറി സംവിധാനമുണ്ട്. അവർക്ക് അതിനെ ഫീഡ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. ഇടതുപക്ഷത്തിനൊക്കെ അങ്ങനെ ഫീഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും പാർട്ടിക്ക് ഇപ്പോഴും മുഴുവൻ സമയ പ്രവർത്തകരുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തകരെ മൊബിലൈസ് ചെയ്യുക, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് കൂടുതൽ മൊബിലൈസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ അരാഷ്ട്രീയമായിട്ടുള്ള എല്ലാ തൊഴിലിടങ്ങളെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അവരെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതുപോലെ തന്നെ ഒരുപാട് സെക്ടറുകളിൽ ഇപ്പം ടേഴ്സറി തൊട്ട് അങ്ങോട്ട് തൃതീയ തൊട്ട് ചതുഷ്ടയ പഞ്ചമ മേഖലകളിൽ ചിലപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം അരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ വലതുപക്ഷ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പ്രസ്ഥാനങ്ങളാണ്. അപ്പം ആ രൂപത്തിലാണ് അവ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇവിടെയൊക്കെ തന്നെ ഇടതുപക്ഷ യൂണിയനുകളെ വികസിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇടതുപക്ഷം ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ തൊഴിൽ മേഖലകളിൽ നിന്ന് ഇടതുപക്ഷ രാഷ്ട്രീയം നിഷ്കാസനം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അല്ലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം തന്നെ എന്താണ്? ഈ സാധനമാണ്, തൊഴിലാളികളുടെ സംഘാടനമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഘാടനം നടന്നിട്ടില്ലെങ്കിൽ കേരള സമൂഹം
ഇടതുപക്ഷ പാർട്ടികളെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇജക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറും. പ്രത്യേകിച്ച് പുതിയ തൊഴിൽ സംസ്കാരത്തിനനുസരിച്ചാണ് നമ്മുടെ മാധ്യമ പരിസരം വളർന്നു വരുന്നത്, നമ്മുടെ സാംസ്കാരിക പരിസരം വളർന്നു വരുന്നത്, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ വളർന്നു വരുന്നത്. ഇതെല്ലാം തന്നെ പുതിയ തൊഴിൽ സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പൊ ഇവിടെയൊന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് യാതൊരു സാധ്യതയില്ലെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഈ സമൂഹം തിരസ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ആ അർത്ഥത്തിൽ പാർലമെന്ററി പ്രാതിനിധ്യം എന്നുള്ളതൊക്കെ നമുക്ക് വലിയ പ്രശ്നമായിട്ട് ഭാവിയിൽ വരാൻ പോവുകയാണ്. വെറും ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിൻ്റെയോ അല്ലെങ്കിൽ അത്തരം പൊളിറ്റിക്സിന്റെ ഫോർമുലകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ അടിസ്ഥാന രാഷ്ട്രീയത്തെ കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും വേണ്ടാത്തവരായി മാറും. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം അത് ഏറെക്കുറെ കാണിച്ചു തരുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ കാണിച്ചു തരുന്നുണ്ട്. ഒറ്റപ്പെട്ട സമരമുഖങ്ങളാണ്, പ്രത്യേകിച്ച് കർഷകന്മാരുടെ സമരങ്ങൾ, അതേപോലെ തന്നെ ഇപ്പം വ്യാവസായിക മേഖലയിലുള്ള ചില പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സമരമുഖങ്ങളിലാണ് ഇടതുപക്ഷ ശബ്ദങ്ങൾ അല്പമെങ്കിലും ഇന്ത്യയിൽ ദൃശ്യവൽക്കരിക്കപ്പെടുന്നത്. അല്ലാത്തിടങ്ങളിലൊന്നും എവിടെയും ഇടതുപക്ഷ ശബ്ദങ്ങളില്ല. നമ്മുടെ പാർലമെന്റ്, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളിൽ പോലും, മീഡിയാസിൽ പോലും ഇടതുപക്ഷം അല്ലെങ്കിൽ CPM CPI എന്നുള്ള വേർഡ് മുഖ്യധാര മീഡിയകൾ സംസാരിച്ചിട്ട് കാലം കുറയായി, ദേശീയ മാധ്യമങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി ഈ മാറ്റമാണ്. നമ്മുടെ രാഷ്ട്രീയ ഇടപെടലുകളെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നടപടിക്രമങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ പറഞ്ഞതുപോലെ സംഭവിക്കും. നമ്മൾ പഴയതുപോലെ ഒരു വിപ്ലവ പാർട്ടി ഒന്നല്ല, മറിച്ച് ഒരു ബഹുജന പാർട്ടിയായിട്ട് മാറി ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ബഹുജന പാർട്ടിയായി മാറ്റപ്പെട്ട പാർട്ടിയാണ്. ബഹുജനങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് കേവലം എന്താണ് വ്യാവസായിക തൊഴിലാളികളെ അല്ലെ കർഷക തൊഴിലാളികളെ മാത്രമല്ല, ബഹുജനങ്ങളെ സംഘടിപ്പിക്കുക. അപ്പം ബഹുജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഈ മെത്തഡോളജികൾ ആവിഷ്കരിക്കപ്പെടാനാണ്, ബഹുജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടാനാണ്. അവരെ സംഘടിപ്പിക്കാൻ പറ്റുന്ന വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അവരെ സംഘടിപ്പിക്കുക എന്നുള്ള മിഷൻ അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇതെല്ലാം വലതുപക്ഷ രാഷ്ട്രീയം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനൊക്കെ ഇത്രയും ആധിപത്യം കിട്ടുന്നത്? ജനസമൂഹത്തിൽ അവരുടെ ഇടപെടൽ മേഖലകൾ വിപുലീകരിച്ചിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിനനുസരിച്ച് അവർ ഇടപെടൽ മേഖലകളെ മാറ്റിയിട്ടുണ്ട്. നമ്മളാണ് അതൊന്നും അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത്. മാത്രമല്ല, ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെയാണ് പൊളിറ്റിക്കൽ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഒരു പ്രൊഫഷണൽ, ഒരു വ്യവസായ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് സിസ്റ്റം പോലെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ആ സിസ്റ്റത്തിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. ആ രീതിയിൽ പല കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. ഇതെല്ലാം സംവാദാത്മകമായ വിഷയമാണ്. ഞാൻ ഇതിലൊന്നും അഗ്രഗണ്യനായ ഒരാളല്ല. സാമൂഹിക വിശകലനത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര കാര്യങ്ങളിലോ മാർക്സിസത്തിലോ ഒന്നും അഗ്രഗണ്യനായ ഒരാളല്ല. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാം, വിയോജിക്കാം, സർഗാത്മക നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം. ഓക്കെ, ശരി.